അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ ആദരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നിരവധി സൗകര്യങ്ങളും അതേപോലെ തന്നെ അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നത് ആരും നിഷേധിക്കാത്ത ഒരു വസ്തുതയാണ്. നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ, സാങ്കേതിക വിദ്യകൾ അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇന്ന് ഐഫോണും അതേപോലെ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളുമൊക്കെ നിത്യോപയോഗ സാധനങ്ങളുടെ പട്ടികയിലാണ് എണ്ണപ്പെടുന്നത്. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ്. പക്ഷേ അത് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ആ അനുഗ്രഹത്തെ നന്മകൾക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ധാരാളം പുണ്യങ്ങൾ, നന്മകൾ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും നന്മകൾക്ക് വേണ്ടിയാണോ നമ്മൾ അത് വിനിയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ നെഞ്ചത്ത് കൈവച്ച് മറുപടി പറയാൻ പറ്റുന്നത് നന്മകൾക്ക് വേണ്ടിയല്ല എന്നായിരിക്കും. നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കാം, എത്രയോ നന്മകൾ നമുക്കതിലൂടെ കിട്ടും. നമ്മൾ അനുഭവിച്ച ആളുകളാണ്. കൊറോണ സമയത്ത് നമ്മൾ പഠനവും ദീനും ദഅവത്തും ഒക്കെ നിർവഹിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്, നമ്മുടെ ഫോണിലൂടെയും അതേപോലെയുള്ള IT സംവിധാനങ്ങളിലൂടെയുമൊക്കെയാണ്. എന്നാൽ ഇത്തരം സംവിധാനങ്ങളിലൂടെ ദുരുപയോഗങ്ങളാണ് നടക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും, സോഷ്യൽ മീഡിയയിലായിരുന്നാലും അല്ലാത്തപ്പോഴാണെങ്കിലും, ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഒക്കെ പാലിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ്. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പടച്ചറബിൻ്റെ മുന്നിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഒരു ബോധമല്ലേ അത്? വാട്സപ്പ് ആയിരുന്നാലും ഫേസ്ബുക്ക് ആയിരുന്നാലും ട്വിറ്റർ ആയിരുന്നാലും ഇൻസ്റ്റാഗ്രാം ആയിരുന്നാലും എന്തും അതിൽ നിന്ന് ഒഴിവല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതുമൊക്കെ പടച്ചറബ് അറിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാത്ത ഒന്നും, അവൻ കേൾക്കാത്ത ഒന്നും, അവൻ കാണാത്ത ഒന്നും ചെയ്യാനോ പറയാനോ പ്രവർത്തിക്കാനോ നമുക്ക് സാധിക്കുകയില്ല എന്ന്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്കുപോലും നമ്മൾ ഉച്ചരിക്കുന്നില്ല, എല്ലാം നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകൻ്റെ, എല്ലാം കൃത്യമായി പകർത്തിയെടുക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ മുന്നിലായിട്ടല്ലാതെ എന്ന് ഖുർആൻ നമ്മെ തെര്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ വിശ്വാസി എന്നുള്ള നിലയിൽ ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ നമുക്ക് പാലിക്കാൻ സാധിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഖാഫിലെ 18-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹാഫിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, ഐ ഇല്ലാ വലഹാ മൻ യുറാഖിബുഹാ മുഅ്തദ്ദിൻ ലിദാലിക യക്തുബുഹാ. നമ്മൾ പറയുന്ന ഒരു വാക്ക്, മാ യൽഫിളു മിൻ ഖൗലിൻ, നമ്മൾ ഉച്ചരിക്കുന്ന ഒരു പദം, അതുപോലും അതിനെ നിരീക്ഷിക്കാൻ ആളുണ്ടായിട്ടല്ലാതെ അല്ലാഹു മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി വിലയിരുത്തി രേഖപ്പെടുത്താൻ അല്ലാഹു സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ലാ യത്റുകു കലിമത്തൻ വലാ ഹറക്കത്തൻ, ഒരു വാക്കോ ഒരു അനക്കമോ ചലനമോ പോലും ആ മലക്കുകൾ വിട്ടുകളയുകയില്ല, അവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടല്ലാതെ. കമാ ഖാല തആല വ ഇന്ന അലൈക്കും ലഹാഫിളീൻ, അല്ലാഹ് പറഞ്ഞതുപോലെ തീർച്ചയായും നിങ്ങൾക്ക് മേൽ ചില നിരീക്ഷകരെ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അവരറിയുന്നുണ്ട്. ആ മലക്കുകൾ അറിഞ്ഞ് അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒന്നും അവിടെ സംഭവിക്കുകയില്ല എന്ന്. എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് കൊടുക്കുന്നു,
അൻ അൽഖമ അൻ ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു ഖാൽ, ബിലാൽ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന റജുല ലയതകല്ലം, ഒരാൾ ചില വാക്കുകൾ സംസാരിക്കുന്നു, ബിൽ കലിമത്തി മിൻ റിളവാനില്ലാഹി തആല, അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട വാക്കുകളാണ് അയാൾ പറയുന്നത്. മാ യളുന്നു അൻ തബ്ലുഗ മാ ബലഗത്, അത് എവിടേക്കെല്ലാം എത്തും, അതിൻ്റെ റീച്ച് എത്രയായിരിക്കും എന്ന് അയാൾ കരുതുന്നില്ല, ഗൗനിക്കുന്നില്ല. യക്തുബുല്ലാഹു ലഹു ബിഹാ റിളവാനഹു ഇലാ യൗമി യൽഖാഹു, പക്ഷെ അത് ധാരാളക്കണക്കിന് ആളുകളിലേക്ക് ആ നന്മകളായി അതങ്ങ് ഷെയർ ചെയ്ത് വ്യാപിച്ച് പ്രചരിച്ചു പോകുമ്പോൾ, പടച്ച റബ്ബിനെ അയാൾ കണ്ടുമുട്ടുമ്പോൾ, അയാൾക്കത് നന്മകളായി തിരിച്ചു കിട്ടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷം, സംതൃപ്തി. ഇത് ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച്, IT മേഖലയെ സംബന്ധിച്ചൊക്കെ അറിയുന്ന ആളുകൾക്ക് ഈ ഹദീസിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സ്വഹാബത്തിന് കോലപ്പെടുത്താൻ കഴിയാത്ത ചില അനുഭവങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അത് നിരവധി ആളുകളിലേക്ക് വലിയ റീച്ചായി പോകുമ്പോൾ, പറയുന്ന ആളും അത് ഒരുക്കുന്ന ആളും വിചാരിക്കാത്ത തലങ്ങളിലേക്ക് ആ നന്മകൾ വ്യാപിച്ചു പോകുമ്പോൾ, പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അള്ളാഹു അവൻ്റെ തൃപ്തിയായി, അള്ളാഹുവിൻ്റെ പൊരുത്തമായി അയാൾക്ക് രേഖപ്പെടുത്തി നന്മകൾ സമ്മാനിക്കുമെന്ന്. ഇതേപോലെ തന്നെ വഇന്ന റജുല ലയതകല്ലമു ബിൽ കലിമത്തി മിൻ സഖത്തില്ല, അള്ളാഹ്ക്ക് ദേഷ്യം പിടിക്കുന്ന, പടച്ച റബ്ബ് അങ്ങേയറ്റം വെറുക്കുന്ന ചില വർത്തമാനങ്ങൾ പറയുന്ന ആളുകളുണ്ട്. സോഷ്യൽ മീഡിയകളിൽ ഈ 2 രീതിയിലുള്ള വർത്തമാനങ്ങളും വാർത്തകളും പ്രചാരണങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, തോന്നിവാസങ്ങൾ, തിന്മകൾ പ്രചരിപ്പിക്കുന്ന ധാരാളം പ്ലാറ്റ്ഫോമുകളുണ്ട്. നന്മകൾ പറയുന്ന കുറച്ചാണെങ്കിലും അതിൻ്റെ സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത, പടച്ച റബ്ബ് വെറുക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, മാ യളുന്നു അൻ തബ്ലുഗ മാ ബലഗത്, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ റീച്ച് ഇത്രമാത്രമുണ്ട് എന്ന് ആ പറയുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നില്ല, കരുതുന്നില്ല. അവർ ചിലപ്പോൾ അടച്ചിട്ട ഒരു റൂമിലിരുന്നായിരിക്കും അത് സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് അവരുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക്, മില്യൺ കണക്കിന് ആളുകളിലേക്ക് അതങ്ങ് പരന്നൊഴുകുകയാണ്. അങ്ങനെ യക്തുബുല്ലാഹു അലൈഹി ബിഹാ സഖതഹു ഇലാ യൗമി യൽഖാഹു, പടച്ചറബിൻ്റെ ശാപവും കോപവും അവർക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ സമയം വരെയും രേഖപ്പെടുത്തി പടച്ചറബിൻ്റെ ശിക്ഷയായി, കോപമായി, ശാപമായി തിരിച്ചു നൽകുമെന്ന്. ഫക്കാന അൽഖമ യഖൂൽ, ഇത് കേട്ട ബിലാൽ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായ അൽഖമ റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, കം മിൻ കലാമിൻ ഖദ് മനഅനീഹി ഹദീസു ബിലാൽ ഇബ്നുൽ ഹാരിസ്, ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്ന ഈ ഹദീസ് എത്രയെത്ര വർത്തമാനങ്ങളെയാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് പിടിച്ചു നിർത്താൻ സാധിച്ചത്, എന്നെ തടഞ്ഞത്, ബ്ലോക്ക് ചെയ്തത്. പറയാൻ ഉദ്യമിക്കുമ്പോൾ ഇത് നന്മയായി പരിണമിക്കുമോ തിന്മയായി കലാശിക്കുമോ എന്ന ചിന്ത കാരണത്താൽ പലതും ഞാൻ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇമാം അഹ്മദ്, ഇമാം തിർമിദി, ഇമാം നസായി, ഇമാം ഇബ്നു മാജ തുടങ്ങിയവരൊക്കെ ഉദ്ധരിച്ച പ്രബലമായ ഹദീസ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിൻ്റെ വിശദീകരണത്തിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിലാണല്ലോ ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ ലാഘവത്വത്തോടു കൂടി, ഗൗരവം ഇല്ലാതെ നമ്മൾ ഇടപെടാൻ പാടുള്ളതല്ല. ശ്രദ്ധിച്ച് വേണം, സൂക്ഷിച്ചു വേണം നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും നമ്മൾ അതിലേക്ക് പങ്കുവെക്കാൻ എന്നത് പ്രത്യേകം ഉണർത്തുകയാണ്. അതേപോലെ ആളുകളെ പറ്റിയാണെങ്കിലും, ഏതെങ്കിലും സമൂഹത്തെയോ സമുദായത്തെയോ പറ്റിയാണെങ്കിലും ഒക്കെ നമ്മൾ വല്ലതും പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ നമ്മളത് ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി വേണം ചെയ്യാൻ. വിശിഷ്യ മതത്തിൻ്റെ കാര്യങ്ങൾ, ചില ആളുകൾ സോഷ്യൽ മീഡിയകളിൽ മതപരമായ ഫത്വകൾ കൊടുക്കുകയാണ്. ദീനിയായ കാര്യങ്ങൾ എന്ന രീതിയിൽ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ എന്താണ് അടിസ്ഥാനം, എന്താണ് തെളിവ്, ന്യായം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അവർക്കറിയില്ലായിരിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, പിശാച് നിങ്ങളോട്
പ്രേരിപ്പിക്കുന്ന തിന്മകളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു തിന്മയാണ് വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിവില്ലാത്തത് പറയുക എന്നത് അതൊരിക്കലും പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം. നിങ്ങൾക്ക് വായിൽ തോന്നുന്നതിനനുസരിച്ച് ഇത് അനുവദനീയാണ്, ചെയ്തോ, അത് പാടില്ല, ചെയ്യരുത്, ഇങ്ങനെ ഹലാലും ഹറാമും നിങ്ങൾ പറയരുത്. ലിതഫ്തറു അലല്ലാഹിൽ കദിബ്. അതിലൂടെ വന്നു ചേരുന്നത് എന്താ? അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് അളവ് കെട്ടി പറയലാണ്. അനുവദനീയമാണെന്ന് പറഞ്ഞാൽ അള്ളാഹ് അനുവദിച്ചു എന്നല്ലേ. അള്ളാഹ് അനുവദിക്കാത്ത കാര്യങ്ങൾ നിങ്ങളെങ്ങനെ അനുവദിച്ചു കൊടുക്കും? അള്ളാഹ് അനുവദിച്ചു എന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും? അള്ളാഹ് അനുവദിച്ചൊരു കാര്യം പാടില്ല, നിഷിദ്ധമാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അറിവില്ലാതെ ഒന്നും പറയരുത്, ദീനിൻ്റെ പേരിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെ അറിവില്ലെങ്കിൽ ഖുർആൻ പഠിപ്പിച്ചത് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അറിവുള്ളവരോട് ചോദിച്ച് അന്വേഷിച്ച് പഠിക്കണം, അറിവന്വേഷിച്ച് പോകണമെന്നാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ. അറിവില്ലായ്മയുടെ പരിഹാരം അന്വേഷിച്ച് പഠിക്കലാണ്, ചോദിക്കലാണ്. അപ്പോൾ അറിവില്ലാത്തൊരു കാര്യവും ഏതെങ്കിലും ഒരു ഹദീസ് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചനമായി പണ്ഡിതന്മാരുടെ വാക്കുകൾ എന്നൊക്കെ രീതിയിൽ പലരും എഴുതി വിടുമ്പോൾ പോസ്റ്ററായും അതേപോലെ തന്നെ കുറിപ്പായും ഒക്കെ നമ്മുടെ ഫോണിലേക്കും നമ്മുടെ ഗ്രൂപ്പിലേക്കും വരുമ്പോൾ കണ്ണും പൂട്ടി നമ്മളങ്ങ് ഫോർവേഡ് ചെയ്യാൻ നിൽക്കണ്ട. അതിൻ്റെ മതപരമായ അവസ്ഥ എന്താണ്, എന്താണ് തെളിവ്, ന്യായം എന്നൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് വേണം അത് ചെയ്യാൻ. പിന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ കാണുന്നതെല്ലാം സത്യമാണ് എന്ന് കരുതരുത്. സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന സംഗതികളെല്ലാം, റീലുകളെല്ലാം റിയലുകളല്ല എന്ന വസ്തുത നാം തിരിച്ചറിയണം. വ്യാജ വാർത്തകൾ ബോധപൂർവം നിർമ്മിച്ചെടുക്കാനും പ്രചരിപ്പിക്കുവാനും പണം കൊടുത്ത് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ കണ്ടതാണല്ലോ, ഞാൻ കേട്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. AI-ൻ്റെ കാലഘട്ടത്തിൽ പലതും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്ന വാർത്തകളെല്ലാം 100% സത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ പ്രചാരകരാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ആരെങ്കിലും വല്ല അധർമ്മകാരികളും ഏതെങ്കിലും വാർത്തകളുമായി വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അതിനനുസരിച്ച് കാള വെറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന പ്രവണത അത് വിശ്വാസിക്ക് വേണ്ട എന്ന് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തിയിട്ട് വേണം അത് ചെയ്യാൻ, മതത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും. അതേപോലെ വൃത്തികേടുകൾ ദീൻ വിലക്കിയ സംഗതിയാണ്. ആ വൃത്തികേടുകൾ ചെയ്തതിന് ശേഷം അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക എന്നത് ഏറ്റവും വലിയ തെറ്റാണ്. വിവാഹ പരിപാടികൾ, ആർഭാടങ്ങൾ, അതേപോലെ തന്നെ മഞ്ഞക്കല്യാണം, മൈലാഞ്ചി, ഇങ്ങനെ പല ആഘോഷങ്ങളും ആർഭാടങ്ങളും മതത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന തോന്നിവാസങ്ങളാണ്. അത് ചെയ്തു എന്നതൊരു തെറ്റ്, അത് പിടിച്ച് സ്റ്റാറ്റസാക്കി അല്ലെങ്കിൽ റീൽസാക്കി ഷോർട്സാക്കി സോഷ്യൽ മീഡിയകളിലൂടെ പരത്തുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തെറ്റ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അത് നിരത്തി വെച്ച് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ, ആഹ്ലാദം അതിലൊക്കെ കണ്ടെത്തുമ്പോൾ നിരവധി ആളുകൾക്ക് ഒരു നേരത്തെ പശി അടക്കാൻ പോലും ഭക്ഷണമില്ലാത്ത, അല്ലെങ്കിൽ ഇതേപോലെയുള്ള നല്ല ഭക്ഷണങ്ങളും സൗകര്യങ്ങളുമൊക്കെ കണ്ടുകൊണ്ട് വേദനിക്കുന്ന, വെള്ളമിറക്കുന്ന ആളുകൾ വേറെയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവരുടെ മനസ്സിനെ നോവിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു ചെയ്തിയായി പരിണമിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നന്മകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ, അതുവഴി പടച്ച റബ്ബിന് ശുക്ർ കാണിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചടികളായി, അപകടങ്ങളായി തിരിച്ചു വരുന്ന സാഹചര്യത്തെ നാം സൂക്ഷിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു വിശ്വാസി ദുനിയാവിൽ മാത്രമല്ല പരലോകത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം. സർവശക്തനായ അള്ളാഹു അവൻ നൽകിയിട്ടുള്ള സർവ്വ അനുഗ്രഹങ്ങളെയും പടച്ചറബ് പൊരുത്തപ്പെടുന്ന നന്മകളിൽ വിനിയോഗിക്കാൻ, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.